മാറാം അങ്ങോട്ട്. ചേട്ടന്റെ വയർ അങ്ങോട്ട് മാറ്റിയേട്ടാ, ഞാൻ കേറി പോട്ടെ. നോക്കണേ എന്ത് തള്ളണേ എന്തിനാ? ഞാൻ ഒരു കാര്യം പറയാം, ഇതൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോയാൽ മതി. ആദ്യം 10 മണി മുതൽ ഞാൻ അപ്പുറത്ത് നിൽക്കുകയാണ്. സെക്യൂരിറ്റി ഇപ്പോഴും കയറ്റി വിട്ട് ഞാൻ ആദ്യം പോകും. ചേട്ടൻ കണ്ടില്ലല്ലോ, ഞാൻ 9:30 അപ്പുറത്തെ സ്ഥലത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്റെ കമ്പനി പറഞ്ഞിരിക്കുന്ന ഇവിടെ ഫസ്റ്റ് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ എവിടെ പോയാലും ആ റൂട്ട് പിടിച്ച് നിങ്ങൾ വരും. ഇത് നിന്റെ റൂട്ടല്ലേ? ഇത് എന്റെ റൂട്ടല്ലേ? അയ്യടാ അയ്യേ. പ്രശ്നം എന്താണ് സാർ? നമ്മൾ ഓണമൊക്കെ വരികയല്ലേ, അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ പരിചയപ്പെടുത്തി നാട്ടുകാർക്ക് കൊടുക്കുക. അപ്പൊ അതിന്റെ ആയിട്ട് നാളെ നമ്മള് മൂന്ന് കമ്പനിയാണ്. പരിചയപ്പെടുത്തിക്കോളൂ, ക്ലാഷ് ആവല്ലേ? ഇല്ല ഒരു കുഴപ്പമില്ല, ചോദിച്ചോളൂ. അതെ അതെ, ഞാൻ ആദ്യം എന്റെ പ്രോഡക്റ്റ് ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടണം. ഗുഡ് മോർണിംഗ് സാർ. സാർ, ഞാൻ വരുന്നത് ഫാൽക്കൺ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റുമായിട്ടാണ്. ആ പ്രോഡക്റ്റിന്റെ പേര് നമുക്ക് നല്ല ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റ് ആട്ടോ. ഇടയ്ക്കേറി പറയരുത്. എന്താ? ഞാനത് ഡയലോഗ് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. അല്ല, ഇത് ഓണത്തിന് പുതിയ സാധനമാണ്. അപ്പൊ അത് ഡയലോഗ് ഈ ഇടയ്ക്ക് പഠിച്ചതുകൊണ്ട് നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നേ തുടങ്ങണം. ഈയിടെ മര്യാദക്ക് പറയാൻ നോക്കണേ. ഞങ്ങൾക്ക് ഇത് നിങ്ങളുടെ കഴിഞ്ഞിട്ട് വേണം കച്ചവടം ചെയ്യാൻ. ഗുഡ് മോർണിംഗ് സാർ. സാർ, ഈ ഓണ സമയത്ത് നിങ്ങൾക്ക് വളരെ വിശേഷമായിട്ടുള്ള വളരെ റെയറായിട്ടുള്ള ഒരു സമ്മാനമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ വീട് കണ്ട് ആശ്ചര്യപ്പെടും. അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രോഡക്റ്റ് ആണ്. വേറെ ഒന്നുമില്ല സാർ, വളരെയധികം റെയർ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കുറച്ച് പീസുകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളെ ആ ഗസ്റ്റുകൾ നിങ്ങളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. ഇത് വീടിന്റെ മുന്നിൽ തൂക്കിയാൽ സൂപ്പറാണ്. ഓണ സമയത്ത് നിങ്ങൾക്ക് കേട്ട് ഇത് ഞങ്ങൾ മാർക്കറ്റിൽ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും 1000 രൂപയ്ക്ക് മേളിൽ കൊടുക്കണം. ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് വെറും 699 രൂപയ്ക്ക് കൊടുക്കുകയാണ്. അതെ, ഈ ഓണക്കാലത്തെ ഇത് കെട്ടിത്തൂക്കിയാലേ അറിയത്തുള്ളൂ ഓണാശംസകൾ. ഇതിന്റെ ആവശ്യമില്ല സുഹൃത്തെ. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൂടെയാണ് ആശംസകളൊക്കെ അറിയുന്നത്. കച്ചവടം നടക്കുന്ന സമയത്ത് കച്ചവടം വേണ്ട, വെക്കവിടെ. നമസ്കാരം. ഓണായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്തായാലും നമ്മൾ ഓണത്തിന് വീട്ടിൽ സദ്യ വെക്കുമല്ലേ സദ്യ? അപ്പൊ സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്, എന്തുണ്ടാക്കും ഗസ്റ്റിനൊക്കെ വന്നാൽ എങ്ങനെ തൃപ്തിപ്പെടുത്തുമെന്ന്. പക്ഷെ അതിനൊക്കെ ഉള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഓണക്കിറ്റ്. ഇതിന്റെ അകത്ത് ഉള്ളത് നമുക്ക് ഓണത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പേരി, ശർക്കര വരട്ടി, പലതരം അച്ചാറുകള്, പായസ കിറ്റ് എല്ലാം അടങ്ങിയ ഒരു കിറ്റാണിത്. ഈ കിറ്റ് ഒരെണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് നമ്മൾ സദ്യയെ പറ്റിയിട്ട് ടെൻഷൻ വിചാരിക്കേണ്ട കാര്യമേ ഇല്ല. ഇത് ശരിക്കും മാർക്കറ്റിൽ 999 രൂപയാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പൊ ഓണത്തിന്റെ ഒരു ഓഫർ ഉണ്ട്, 599 രൂപ മാത്രം. 300 ഈ പ്രോഡക്റ്റ് എടുക്കുന്നവർ ഞാൻ കാണട്ടെ, ഒരു ഓണസദ്യ ഏതെങ്കിലും ഹോട്ടലിൽ പോയി മര്യാദക്ക് നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള ഓണസദ്യ കഴിക്കുകയാണെങ്കിൽ 200-250 അല്ല, ഇത് ഒരു ഫാമിലിക്ക് മൊത്തം കഴിക്കാം. എന്തോ ഒറ്റ സദ്യ കൊണ്ടോ? അല്ല, ഈ കിറ്റ് കൊണ്ടോ? 599 രൂപ ഉള്ളു. ഒരു 3 എണ്ണം മേടിക്ക്. കഷ്ടല്ലേ, കുടുംബം പോറ്റാൻ വേണ്ടിട്ട് ഇറങ്ങണതാണ്. എനിക്കതെല്ലാം വേണ്ട. നിങ്ങൾ ഈ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അത് ആവശ്യമായിട്ട് വരും. അതായത് ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിളക്കം, വയറ്റുകടി, പുളിച്ചു തികട്ടൽ, നെഞ്ചരിച്ചിൽ, ഗ്യാസ് എന്നീ രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരു ഒറ്റമൂലിയാണ് ഇത്. തികച്ചും 150 രൂപയുള്ളൂ. അല്ല, അത് ഈ സദ്യയായിട്ട് എന്താ ബന്ധം? ഇവിടെ പ്രോഡക്റ്റ് മേടിക്കുന്നവർ ഉറപ്പായിട്ടും ഇത് മേടിക്കണം. കാരണം ഉദര സംബന്ധമായ രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എന്തുകൊണ്ടും നിങ്ങൾക്ക് സേഫ്റ്റി പ്രിക്കോഷൻസിന്റെ ഭാഗമായിട്ട് ഇത് ധൈര്യമായിട്ട് കൈവയ്ക്കാം. ഇത് മോശമാണ്. എന്താണ് ഇവർ ഒരു ബിസിനസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് അങ്ങനെ സംസാരിക്കുന്ന മോശമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ കച്ചവടം നടക്കുന്നിടത്താണ് എന്റെ പ്രോഡക്റ്റ് വിജയിച്ചിട്ടുള്ളൂ. മാഡം, ഇവർ പറയുന്നൊന്നും കാര്യമൊക്കെ മാഡത്തിന്റെ നമ്പർ തരികയാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരാം. അവിടെ നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാം. വേറെ കുറെ ഐറ്റങ്ങളുണ്ട്. നമ്പർ തന്നാൽ ഞാൻ വീട്ടിലേക്ക് വരാം. അല്ല, ഞാൻ വീട്ടിൽ അങ്ങനെ കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കാറില്ല, പ്രത്യേകിച്ചും ഓണം സമയത്ത്. അങ്ങനെ ആയിരിക്കണം ഒരു വീട്ടമ്മ. ഞാൻ ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടതാണ്. വീട്ടമ്മയായ അങ്ങനെ ആയിരിക്കണം. കച്ചവടക്കാരും വീട്ടിലേക്ക് നമ്മൾ കയറ്റരുത്. അതിന് നിങ്ങൾക്ക് പറ്റിയ ഒരു ഐറ്റം എന്റെ കയ്യിലുണ്ട്. ഇതാ നോക്കൂ. നമ്മളിത് വീടിന്റെ ഫ്രണ്ടിൽ അങ്ങ് സ്ഥാപിക്കുക. കച്ചവടക്കാർക്ക് പ്രവേശനമില്ല. ഈസി ആയിട്ട് ഞാൻ അത് ഇട്ടെടുത്തതാ. നമ്മുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇത്. നിങ്ങൾ മാർക്കറ്റിൽ പോയി ഇത് കിട്ടത്തില്ല. ഞങ്ങൾ വെറും 999 രൂപ കൊടുക്കുകയാണ്. ഒന്ന് ഞാൻ മേഡത്തിന് തരും കേട്ടോ. ഇത് പ്ലീസ് ഒന്ന് വാങ്ങണം. അല്ല, അങ്ങനെയല്ല. കച്ചവടക്കാർക്ക് പ്രവേശനം എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. നാട്ടുകാരും അയലക്കാരും പിന്നെ കച്ചവടക്കാർ തന്നെ വന്ന് വഴക്കുണ്ടാക്കാൻ വരും. പിന്നെ നമ്മൾ പോലീസിനെ വിളിക്കേണ്ടി വരും. പെട്ടെന്ന് ആരെ വിളിക്കണം എന്ന് അറിയാൻ മേലാത്ത ആൾക്കാർ വരെ ഉണ്ട്. അങ്ങനെ ടെൻഷൻ ഉണ്ടാവും. പിന്നെ കച്ചവടക്കാരാണോ കള്ളന്മാരാണോ വീട്ടുകാരാണോ ആരാണെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇത് നമ്മുടെ കേരളത്തിലുള്ള
എല്ലാ പോലീസ് സ്റ്റേഷന്റെയും SIയുടെയും CIയുടെയും എല്ലാവരുടെയും നമ്പർ അടങ്ങിയ ഒരു ബുക്കാണിത്. ഇതെന്തായാലും ചേച്ചി എന്തായാലും ഇത് മേടിക്കണം കേട്ടാ. വേണ്ട അമൃത, എന്താ പ്രശ്നം എന്നറിയോ? ഇതിനകത്തുള്ള നമ്പറൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കും. നമ്മൾ അല്ല വിളിക്കുന്നത് പോലെ CI ആണ് SI ആന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന നമ്പർ ഇപ്പൊ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ അതൊക്കെ അവസാനം വലിയ തലവേദനയാവും. ഈ തലവേദന വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടതെന്ന് അറിയാം, എന്റെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് ഇത് പ്രകൃതിദത്തമായ പച്ചിലകൾ, ഇഞ്ചിസത്ത്, ചകിരിനാര് അങ്ങനെയുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഞാൻ വേർതിരിച്ചെടുത്ത ഒരു പ്രോഡക്റ്റ് ആണ്. കേവലം 499 രൂപയുള്ളൂ. എന്റെ പൊന്നു സാർ അത് വിശ്വസിക്കരുത്. ഇവൻ പറഞ്ഞ പച്ചിലമരം അറിയാം. നിന്റെ പറമ്പിന്റെ പുറകെ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പച്ചെല്ലാം കൂടെ പുറകിലാണ് ഉണ്ടാക്കിയത്. എന്റെ പൊന്നു സാർ ഇതൊന്നും മാറ്റി തലേ തേക്കരുത്. സ്വാതന്ത്ര്യത്തെ കയറി എന്റെ കച്ചവടത്തിന് നീ പറഞ്ഞോ? ഞാനെന്ത് പറഞ്ഞു? ഞാൻ ഇതൊക്കെ വിൽക്കാൻ പോയപ്പോ നീ പറഞ്ഞില്ലേ മോശമെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ നിസ്സാര കേസ്. ഇതിന്റെ പിറകെ നമ്മുടെ സാർ മാന്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു തലവേദനയോ ഒരു ടെൻഷൻ, നിങ്ങൾക്ക് വലിയ സെലിബ്രിറ്റീസ് ആണ്, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് സാർ ഇത്. തലയിൽ ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ഷീണം ഒന്ന് മാറും. എന്ത് എന്റെ സാറേ, നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ഇവന്റെ ഈ വിഡിവായിത്തരം. എടാ ഇത് സൂപ്പറാണ്. എന്ത് സൂപ്പർ? പിന്നെ ഇത് വെച്ചിട്ട് മസാജ് എന്ത് രസമെന്നറിയോ? ലോകം ഉടായിപ്പാണ്. ഇതാണ്ട് കൊടക്കമ്പി എടുത്തിട്ട് അതിന്റെ അറ്റത്ത് കടുകും വെച്ച് പിടിപ്പിച്ചോണ്ട് വന്നേക്കാണ് മനുഷ്യനെ പറ്റിക്കാനായിട്ട്. എന്റെ പ്രോഡക്റ്റിനെ കുറ്റം പറയും. ഇന്ന് വരെ ഒരു മനുഷ്യൻ ഒന്നും പറഞ്ഞില്ല. മസാജ് ചെയ്യുമ്പോൾ എന്ത് രസമെന്നറിയോ വെച്ചിട്ട്? ഉടായിപ്പ് പരിപാടിയായിട്ട് നിനക്കൊന്ന് നിർത്തിക്കൂടെ ഇത്? ഇത് ഉടായിപ്പ് പിന്നല്ലാതെ. ഇത് ഉടായിപ്പാണോടാ? ഉടായിപ്പല്ല, ഇത് ഉടായിപ്പല്ല. ഈ മസാജ് ചെയ്തപ്പോ നിനക്ക് തോന്നുന്നുണ്ടോ? ലഹരി ലഹരി ആനന്ദ ലഹരി. ഇനി ഇത് വിൽക്കാൻ പോകുമ്പോൾ തടസ്സം നിൽക്കോ? ഇല്ല. സാറിനെ കൊണ്ട് വാങ്ങിപ്പിക്കോ? വാങ്ങാൻ സാറേ. പറ, സാറിനോട് പറ. നല്ല സൂപ്പർ സാധനമാണ് സാറേ. സുഖം കയറുന്നുണ്ട്, സുഖം വരുന്നുണ്ട്. ഇത്രേ ഉള്ളൂ സാർ. ഇത് മാട്ട സാധനമോ സാറേ? വെറും മാട്ട സാധനം. നിനക്ക് നാണുവിലൂടെ ഈ തോൽവി ഐറ്റുമായിട്ടൊക്കെ കയറി വരാം. ഇനി നല്ലതല്ലേ? ഇനി ആക്കിത്ത, അങ്ങനെ തന്നെ ആക്കിത്ത. ഇനി സാറിനോട് പറ, വാങ്ങിക്കാൻ പറ. സാറേ വാങ്ങിച്ച സാറേ. സാർ നല്ല പ്രോഡക്റ്റ് ആണ് സാർ. വെറും മാട്ട സാധനമാണ് സാറേ ഇത്. വെറും മാട്ട സാധനം. നീ ചുമ്മാ എന്റെ കച്ചവടം നടക്കുന്നില്ല ഇടയ്ക്ക്. എന്ത് കച്ചവടം സാറേ? ഇതൊന്നും അല്ല സാറേ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതൊന്നും അല്ല സഹോദരന്മാരെ. ഞാൻ ആ പേരൂർക്കട ഭാഗത്തേക്ക് പോകുക. ദേവി ഇത് രണ്ടെണ്ണങ്ങളോട് അങ്ങോട്ട് വന്നേക്കരുത്. വൈകുന്നേരം ഞങ്ങൾ ആ അയ്യോ വേണ്ടേ. അപ്പൊ ഞാനും പോവാ. നീ എന്റെ കച്ചവടം കാണാൻ സമ്മതിക്കത്തില്ല. അല്ലല്ലോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അവള് പോയ സ്ഥിതിക്ക് നീ എന്റെ കൂടെ നിൽക്കാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് കച്ചവടം ചെയ്യാം. എന്നെ സമ്മതിക്കുന്നില്ല നീ. ഇനിയിപ്പോ അങ്ങനെ വഴക്കൊന്നും വേണ്ട. കിട്ടുന്ന ലാഭത്തിൽ നമുക്ക് ഈക്വൽ ആയിട്ട് ഷെയർ ഇട്ട് നമുക്ക് വൈകിട്ട് ഉറങ്ങെടുക്കാം. ആണോ? ഓക്കെ, ഞാൻ കൂടെ നിൽക്കണോ? നിന്റെ പ്രോഡക്റ്റിന് ഞാനും കൂടെ നിൽക്കും. ഉഗ്ര സാധനമാണ് സാറേ, നല്ല സാധനമാണ്, മേടിച്ചു. പിന്നെ ഞാൻ പിന്നെയും പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിലെ ആവശ്യമായ ഒരു സാധനമാണ്. ഏതാണ്? പാചകവാതകം. നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ടപ്പെട്ട സാധനമാണോ? ഇപ്പൊ ദിവസം പ്രതി അതിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. അല്ല, അങ്ങനെ പറയാം. അവർക്ക് ഡൗട്ട് ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ. സാധാരണ നമ്മളൊരു ഗ്യാസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മാസം ആവുന്നതിന് മുമ്പ് ഗ്യാസ് തീർന്നുപോലെ പിന്നെ ഗ്യാസിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറയേണ്ട കാര്യം. ഈ ഗ്യാസ് കുറ്റിയുടെ പേര് തന്നെ എന്താണെന്നറിയോ? അക്ഷയപാത്രം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗ്യാസ് തീരില്ല. പിന്നെ നമ്മള് രാവിലെ അടുക്കള കയറി പാചകമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജോലിക്ക് പോകുന്ന സമയത്ത് അപ്പൊ ആലോചിക്കും, നമ്മള് ഗ്യാസ് ഓഫ് ചെയ്തോ? അത് ടെൻഷൻ വരും. ചിലപ്പോ ഓഫ് ചെയ്തായിരിക്കും, പക്ഷെ ഓഫ് ചെയ്തില്ലോ എന്നുള്ളൊരു ആശങ്ക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ പോകുന്നതിന് ഒരു സ്വസ്ഥത കാണത്തില്ല. പക്ഷേ നമ്മുടെ അക്ഷയപാത്രം കയ്യിലുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഓഫ് ചെയ്തില്ലേലും ഓഫ് ചെയ്താലും ഒരു വിഷയമില്ല. ഗ്യാസ് ലീക്ക് ചെയ്യില്ല, ഒരു അപകടം ഉണ്ടാകത്തില്ല. അതെ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ മാസം തോറും മാറ്റണ്ട. എത്രയാണ് ഇതിന്റെ വില? 3000 രൂപ, വെറും 3000. പിന്നെ വേറൊരു പ്രത്യേകത കൊണ്ട് തൃപ്തികരമല്ലെങ്കിൽ പൈസ തിരിച്ചു തരും. ശരി പോരെ? അങ്ങനെ അതെല്ലാവരും കൊടുക്കുന്നതല്ല. തൃപ്തികരം ആണെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. പൈസ തിരിച്ചു അങ്ങനെ പറ്റും. ഇത് ഒറിജിനൽ ഗ്യാസ് സിലിണ്ടർ. ഗ്യാസ് ഇതാണ് അക്ഷയപാത്രം. ഓ ശരി. ഇതിന്റെ ഓപ്പറേഷൻ ഒന്ന് കാണിച്ചു തരാം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എനിക്ക് ഒരു സ്പെഷ്യൽ ഓഫറിൽ എന്തെങ്കിലും തരണമെങ്കിൽ ഒരു 2000 രൂപ റെഡി ചെയ്യാൻ വാങ്ങിക്കാം. ഓക്കെ, 2000 രൂപ. അല്ല, 1000 രൂപ സാറിന് നഷ്ടമല്ലേ? അത് വിഷയമല്ല, പോട്ടെ. നമ്മുടെ ആദ്യത്തെ കച്ചവടം അല്ലേ, ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ കച്ചവടം. അല്ല, ഞാൻ 10 പേരോട് പറഞ്ഞോളാം. അതാണ് വേണ്ടത്. ഞാൻ കാശ് മേടിച്ചോണ്ടല്ല. ഓക്കെ സാറേ കാശ് തന്നാൽ നമുക്ക് ഒരു മിനിറ്റ് നോട്ടെ. കറക്റ്റ് 2000. താങ്ക് യു സാർ. 2000 കറക്കണോ? ഓ 2000. അപ്പൊ ഇനി നമ്മൾ പാകം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ക്രമീകരിച്ച് അടുത്ത് വെച്ചതിന് ശേഷം നമുക്കിനി വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഇതിന്റെ മുകളിൽ വെച്ച്. പാത്രം ഇതിന്റെ മുകളിലാണോ വെക്കുന്നത്? ഇതിന്റെ മുകളിൽ വെച്ചാൽ മതി. അപ്പൊ നമുക്ക് വേറെ സ്റ്റൗ ഒന്നും വേണ്ട. അയ്യോ അതും വേണ്ടേ? വേണ്ട. ഇതിലാണ് ഭയങ്കര ലാഭമല്ലേ. ഇത് നേരെ പാത്രം കൊണ്ട് വെച്ച് കഴിഞ്ഞ് ഇതിങ്ങനെ തിരിച്ചു വെക്കുക. എന്നിട്ട്
നല്ല ഉണങ്ങിയ വിറവ് ഇതിനടിയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് തീ കത്തിച്ച് നല്ല ഒരു കർപ്പൂരം എന്തെങ്കിലും കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് കത്തിക്കോളും. 2000. സമയമാകുമ്പോ അത് മനസ്സിലായി. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. അത് വിറക് വെച്ചിട്ട് കത്തിക്കുന്ന അടുപ്പാണ് സാധാരണ. അത് ഈ ഗ്യാസ് സിലിണ്ടറിന്റെ ഷേപ്പിൽ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു. സകല ഉടായ്പ മനസ്സിലായി. ആ പൈസ തിരിച്ച അല്ല, ഇദ്ദേഹം പറഞ്ഞില്ല തരില്ല. ഇദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഗ്യാസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ വേണ്ട, ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഇതിപ്പോ എന്തായാലും പുള്ളിക്ക് തൃപ്തികരമല്ല ഇതില്. എനിക്ക് തൃപ്തികരം അല്ലെങ്കിൽ കാശ് തിരിച്ചിരും നിങ്ങൾ പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞതാണ് അതിനകത്തൊന്നും മാറ്റമൊന്നുമില്ല. തൃപ്തികരമല്ലല്ലോ പുള്ളിക്ക്. എനിക്ക് തൃപ്തികരമാണ്, അതുകൊണ്ട് എനിക്കിത് കാശ് തിരിച്ചു തരണമെന്നില്ല. ആർക്ക് തൃപ്തികരമാണെന്ന്? എനിക്ക് തൃപ്തികരമാണ്. ഞാൻ ആർക്ക് തൃപ്തികരമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ. നോക്കി, ഇത് 2000 രൂപ ഉണ്ടോ? ഒറിജിനൽ 1, 2, 3, 4 തൃപ്തിരാണോ? തൃപ്തികരമാണ്. അതുകൊണ്ട് ഇത് തരുന്നില്ല. വേണമെങ്കിൽ എടുത്തോ, അല്ല അതെ, ആ ഫ്ലോറിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സെക്യൂരിറ്റിയുടെ അടുത്ത് ആരെങ്കിലും പിടിച്ചിട്ട് കാശ് പിടിച്ചു തരാൻ പറയട്ടോ. ഹലോ, തൃപ്തികരം കാണാന്നാ. ചെല്ല് അവിടെ ആളുണ്ട് പിടിച്ചു നിർത്താനായിട്ട്.